ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നേക്കുന്നത് ഒരു ഹാങ്ങിങ് ഐഡിയ ആയിട്ടായിരുന്നു. നേരത്തെ തന്നെ കൊക്കോപീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ലവ് ഹാങ്ങിങ് ഐഡിയ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വേറൊരു മെത്തേഡിൽ ഹാങ്ങിങ് ഐഡിയയാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളതെല്ലാം കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ ചെയ്തിരുന്ന ലവ് ഹാങ്ങിങ് ഐഡിയയുടെ കൂടെ തന്നെയാണ് ഈ ഒരു ലെയർഡായിട്ടുള്ള ബാംബു ഐഡിയയും ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നിറച്ച് പൂവില്ലാത്തത് കൊണ്ടുള്ള ചെറിയ മിസ്റ്റേക്സ് കാണാൻ കഴിയും. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പെർഫെക്റ്റാണ്, നല്ല ഭംഗിയാണ്, പെട്ടെന്നുള്ളൊരു അട്രാക്റ്റീവ് സ്പോട്ട് കൂടിയാണിത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അതായത് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കാകുമ്പോൾ ആണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാംബു സെലക്ട് ചെയ്തത്. ഇത്തവണ ഇങ്ങനൊരു ഐഡിയ ആയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് എത്രത്തോളം ലോ കോസ്റ്റായിട്ട് ചെയ്യാമോ അതിലാണ് നമ്മുടെ ഒരു ഗാർഡൻ്റെ ഒരു സന്തോഷം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതെൻ്റെ പോണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അന്നത്തെ മീനുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ, ഒരുപാടൊക്കെ ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരുപാടൊക്കെ ആയിട്ടുണ്ട്, ഒരു പ്രശ്നവും വന്നിട്ടില്ല. പോണ്ട അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. സിമൻറ്റോ മണലോ കമ്പിയോ ടയറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. വളരെ ലോ കോസ്റ്റിലാണ് ആ പോണ്ടും ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ സാധാരണ കിട്ടാറുള്ള മുളയാണ് എടുത്തേക്കുന്നത്. മുള ഇല്ലാത്തവരുണ്ടെങ്കിൽ പൈപ്പില്ലേ, PVC പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കട്ടിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. മുളയാവുമ്പോൾ നമുക്ക് അവൈലബിൾ ആണല്ലോ, അതാണ് ഞാൻ മുള തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ മുള കട്ട് ചെയ്ത് ഇതുപോലെ പച്ച കളറിൽ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. വലുത് ചെറുത് അത് അടിസ്ഥാനത്തിനാണ് നമ്മൾ കെട്ടിയെടുക്കാനും പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ കെട്ടിയെടുത്ത് വെച്ചേക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്ലാന്റിങ് എങ്ങനെയാണെന്നും കൂടെ കാണാം. കയറിന് പകരം ടങ്കൂസ് നൂല് കെട്ടിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു അത് വെയിറ്റ് താങ്ങാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. മുളയ്ക്ക് തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടങ്കൂസ് കഴിച്ച് കെട്ടണ്ട, അല്ലാതെ കയർ ഉപയോഗിച്ച് കെട്ടിയാൽ മതി, പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ കെട്ടാൻ നേരത്തെ എല്ലാ കയറും ഒരേ അളവിൽ കെട്ടിയതിന് ശേഷം പിന്നീട് നീളം അനുസരിച്ച് നമ്മൾ ഒരു ഒറ്റ കയറിൽ വലിച്ച് കെട്ടുക. ബാക്കിയൊക്കെ ഊഞ്ഞാല് രീതിയിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ കെട്ടി ലെയറായിട്ട്, അത് 4, 3, 2, 1 അങ്ങനെ ലെയറായിട്ട് ഇതുപോലെ ചെയ്തിട്ടാൽ മതി. അപ്പോൾ മുകളിൽ ഒരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഘടിപ്പിച്ചാൽ മതി. ആണി അടുപ്പിച്ചാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ് പോകത്തില്ല, ഫിക്സ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഷെയ്ഡഡ് റീജിയനും കൂടെയാണ്. അപ്പോൾ സൺലൈറ്റും കൂടെ വേണം. 10 മണിയാണ് നട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഉണ്ടെങ്കിലേ പൂക്കൂ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് വേണം നമ്മളിത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിറച്ച് മൊട്ടായിട്ട് നിൽപ്പുണ്ട്, എല്ലാ ഫ്ലവേഴ്സും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്കുറവ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ പക്ക സൂപ്പറാണ്. ഇപ്പോൾ ഫ്ലവറിങ് ഹാങ്ങിങ്സിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള പ്ലാന്റ് 10 മണി തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പോട്ടിലായിട്ട് ആ 10 മണി വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഒരു ചുമരിൽ തന്നെ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാന്റിങ് ചെയ്യാം. വേണമെങ്കിൽ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഒരെണ്ണത്തിൽ വെക്കാം, അല്ലെങ്കിൽ ഓരോ കളർ സ്പെസിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വലുത് ചെറുത് അനുസരിച്ച് മുള മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ 4 ലെയർ വലുത്, പിന്നീട് ചെറുത്, തീരെ ചെറുത്, ആ രീതിയിൽ നിങ്ങൾക്ക് അടുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പോട്ടൊക്കെ കുറച്ചുകൂടെ ചെറുതാണ് മുകളിലത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുപോലെ സൈസ് അനുസരിച്ച് ഹാങ് ചെയ്യാം. ലവ് ഹാങ്ങിങ് കോക്കനട്ട് പോട്ട് വെച്ചാണ് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ലെയർ കണ്ടില്ലേ, ചെറുത് വലുത് ഏറ്റവും വലുത്, അങ്ങനെയാണ് സ്റ്റെപ്പ് വൈസാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാനിതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയൊരു പ്ലാൻ ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.